ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് NDPCയുടെ എക്സാം എന്നാണെന്നുള്ളത്. നമ്മൾ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഈ മാസമാണോ അടുത്ത മാസമാണോ എന്നൊക്കെ ഉള്ളൊരു വെയിറ്റിംഗിലാണ് എല്ലാവരും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം, ഇനി എത്ര ദിവസം കിട്ടും പഠിക്കാൻ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു ന്യൂസാണ്. ഇതിൽ പറയുന്നത് നമുക്ക് ജൂണിൽ എക്സാം പ്രതീക്ഷിക്കാമെന്നാണ്. ജൂൺ 2025 NDPCയുടെ എക്സാം പ്രതീക്ഷിക്കാമെന്നാണ് അവർ ആ ന്യൂസിൽ പറയുന്നത്. നമ്മൾ നേരത്തെയും പ്രതീക്ഷിച്ചിരുന്നത് ജൂൺ മാസത്തിൽ തന്നെ എക്സാം വരുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ ഒന്നും റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു ന്യൂസ് വന്നതുകൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. അപ്പോൾ ജൂണിൽ എക്സാം കാണും എന്ന് തന്നെയാണ് അവരും പറയുന്നത്. പിന്നീട് 1.21 കോടി ആൾക്കാരാണ് NDPC എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയധികം പേരുണ്ട് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പഠിക്കുന്നവർ നിങ്ങളുടെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഫോക്കസിൽ തന്നെ പഠിച്ചു പോകുക. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ഒരുപാട് വേക്കൻസിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കാകെ ഒറ്റ വേക്കൻസിയുടെ ആവശ്യമുള്ളൂ, നമുക്ക് ഒരു ജോലിയിൽ കയറാൻ. അപ്പം നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊന്നും വിചാരിച്ചിരിക്കുന്ന കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ഇതിൽ പറയുന്നത് നമുക്കറിയാം 11,558 വേക്കൻസീസ് ആയിരുന്നു ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനായിട്ട് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ നമുക്കത് ഇൻക്രീസ്, ചിലപ്പോൾ നമ്മുടെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇൻക്രീസ് ആവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആദ്യമേ ഗ്രാജുവേറ്റ് പിന്നീട് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന രീതിയിലായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ജൂണിൽ എക്സാം വരും. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡൊക്കെ 10 ദിവസത്തിന് മുമ്പ്, നമ്മുടെ എക്സാം ഡേറ്റിന് 10 ദിവസം മുമ്പായിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡൊക്കെ റിലീസ് ആവുന്നത്. നമ്മുടെ എക്സാം സിറ്റിയൊക്കെ എന്നാണെന്ന് നമുക്ക് 10 ദിവസം മുൻപേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ജൂണിലൊരു 15ഓടെ അല്ലെങ്കിൽ ജൂൺ 2 എന്നൊക്കെ ഉള്ള രീതിയിലൊരു നോട്ടീസ് നമ്മുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ജൂൺ ആദ്യം എക്സാം വരുമ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ജൂൺ 15ഓടെയൊക്കെ നമുക്ക് ചിലപ്പം എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനൊരു 10 ദിവസം മുമ്പായിരിക്കും, നമ്മുടെ എക്സാമിന് 10 ദിവസം മുൻപായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് വരികയും നമ്മുടെ എക്സാം സിറ്റി എന്നാണെന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു 30 ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ എന്നുള്ള രീതിയിൽ തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പം ലാസ്റ്റ് മിനിറ്റ് ആണ്. നല്ല രീതിയിൽ ഇനിയുള്ള പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാതെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് തന്നെ നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ NDPCയുടെ എക്സാം പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നമുക്കറിയാം NDPC എക്സാം CBT 1 ഉണ്ട്, അതേപോലെ CBT 2, പിന്നീട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് NDPC എക്സാമിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമുക്ക് CBT 1 ക്ലിയർ ചെയ്താൽ മാത്രമേ CBT 2ലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. CBT 2 ക്ലിയർ ചെയ്യുന്നിടത്ത് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെയാണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി നമ്മുടെ ആ ഒരു സ്വപ്ന ജോലി കരസ്ഥമാക്കുന്നത്. നമുക്കറിയാം CBT 1നും CBT 2നും ഒരേ ടോപ്പിക്സുകൾ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ജനറൽ അവയർനെസ്, മാത്സ്, ജനറൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്നത്. CBT 1 എക്സാമിന് വരുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ്സിന് CBT 1ൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 40 മാർക്കാണ്. അതേപോലെ മാത്സിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 90 മിനിറ്റ് ആണ്. CBT 2 വരുമ്പോൾ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഈ സെയിം ടോപ്പിക്സ് ആയിരിക്കും, മാർക്ക് വെയിറ്റേജിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് വരുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്. അപ്പം നമ്മൾ പുതിയതായിട്ട് ഇനി ഒരു കാര്യങ്ങളും പഠിക്കണം. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജ് ആണിത്. അപ്പം നല്ല രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താവുന്നതാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയറിലെ എക്സാംസ് നോക്കുമ്പോൾ
ഈ ഓരോ ടോപ്പിക്സുകളിൽ വെയിറ്റേജ് നോക്കി വേണം നമ്മൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിന് ഇപ്പൊ നമ്മുടെ നേരത്തെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ഇന്നൊരു ടോപ്പിക്കിൽ കുറച്ച് മാർക്ക് കൂടുതൽ വെയിറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മളിവിടെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഒക്കെ ടോപ്പിക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ നിന്ന് 3 തൊട്ട് 4 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വെൻ ഡയഗ്രത്തിൽ നിന്ന് 3 തൊട്ട് 4 മാർക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ 2 തൊട്ട് 3 വരെ, ആൽഫബറ്റ് സീരീസിൽ 2 തൊട്ട് 3 വരെ. അങ്ങനെയാണ് റീസണിങ്ങിന്റെ കേസിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. മാത്സിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 3 തൊട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ ജോമെട്രിയിൽ നിന്ന് 2 തൊട്ട് 3, അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 തൊട്ട് 3, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്പീഡ് ആൻഡ് ടൈമിൽ 3 തൊട്ട് 4 ക്വസ്റ്റ്യൻസ്. അങ്ങനെ അപ്പം നമ്മൾക്ക് അറിയാം എല്ലാ ടോപ്പിക്കിൽ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ടോപ്പിക്കുകളുണ്ട്. അപ്പൊ അതിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നീട് വരുന്നത് നമ്മുടെ GK ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് അതിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നാണ് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ വന്നിരിക്കുന്നത്. ജോഗ്രഫിയിൽ നിന്ന് 2 തൊട്ട് 3 വരെ, പൊളിറ്റിയിൽ 2, 3, സ്റ്റാറ്റിക് GKയിൽ 2, 3, കറണ്ട് അഫേഴ്സിൽ 10 മുതൽ 12 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. സയൻസിൽ നിന്ന് 7 തൊട്ട് 8 വരെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി, കറണ്ട് അഫേഴ്സ്, സയൻസ്, അപ്പം ഈ 3 ടോപ്പിക്കിലാണ് വെയിറ്റേജ് നിൽക്കുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും അതേപോലെ ക്വസ്റ്റ്യൻസ് വായിക്കുകയും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുക. ആ ഏരിയയിൽ നിന്ന് വേണം നിങ്ങൾ കുറച്ച് ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട്. അപ്പം കറണ്ട് അഫേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം റെയിൽവേയുടെ ഒരു ട്രെൻഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ സയൻസ് നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള YCTയുടെ ബുക്സ് ഒക്കെ എടുത്ത് വെച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തും മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോക്ക് ടെസ്റ്റും അതേപോലെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും ഒക്കെ എടുത്ത് നിങ്ങളുടെ സ്പീഡ് മാക്സിമം കൂട്ടുക. നിങ്ങൾക്ക് മോക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ വീക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഏരിയ കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വർഷം തന്നെ NTPCയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ 10th +2 ഡിഗ്രി കഴിഞ്ഞവർക്കായിട്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലി സ്വപ്നം കാണുന്നവർക്കായിട്ട് നമ്മൾ SSC RRB ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാണ് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് SSC RRB ഓഫ്ലൈൻ. അപ്പോൾ നമ്മൾ എല്ലാ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ട് വർക്കൗട്ട് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ SSC RRB ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അടൂരാണ്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കേരളത്തിലെ മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്കായിട്ട് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ വർക്കൗട്ട് സെക്ഷൻസ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാ കണ്ടന്റുകളും നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.